ഹായ് ഹലോ പുന്നരക്കൽപ്പികളെ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് സുഖമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എന്നോട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ടിരുന്നാൽ കൂടുമെന്ന്. പക്ഷേ ഞാൻ കേട്ടില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും വയ്യാണ്ടായി. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ആയിരുന്നെങ്കിൽ കോട്ടിനിക്ക വന്നതിനായിരുന്നു. ഇപ്പം മോളും ഞാനും കൂടെ ആയിരുന്നു കേട്ടോ പോകുന്നതേ. അപ്പോൾ ആദ്യം എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയിലാണ് തുടങ്ങിയത്. തൊണ്ടവേദന എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് മോൾക്ക് ജ്യൂസ് കൊണ്ടുവന്നിട്ടപ്പോൾ ആ ജ്യൂസ് എടുത്ത് വെച്ച് അവൾ കുടിക്കാത്തതുകൊണ്ട് ഞാൻ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ചതോടെ എനിക്ക് ചെറിയൊരു തൊണ്ടവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തണുപ്പായിരുന്നു. അപ്പം ഈ ക്ലൈമറ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് സൗദി അറേബ്യയിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്നതാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴുള്ള വിഷയം. കാരണം ഹോസ്പിറ്റലിൽ പനിയും ഇതും എല്ലാം ആയിട്ട് ആൾക്കാർ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി ബില്ലും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പം ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് പാസ്പോർട്ട് എടുക്കാനായിട്ട് ഓർത്തത്. കാരണം നമ്മൾ നാട്ടിലെ പോലെയല്ലോ പാസ്പോർട്ട് കയ്യിൽ വേണം ഇവിടെ. ഞാനപ്പം മറന്നു പോയായിരുന്നു. പിന്നെ ഇറങ്ങിയതിന് ശേഷം തിരിച്ചു പോയാണ് പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് വന്നത്. ഇവിടെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം. ബില്ലെല്ലാം എടുത്ത് മുകളിൽ ഫസ്റ്റ് റൂമിൻ്റെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ BP കാര്യങ്ങളെല്ലാം ഒക്കെ നോക്കുന്നത്. അപ്പോൾ BPയും കാര്യങ്ങളും എല്ലാം ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ BP നോക്കിയിട്ട് പറഞ്ഞു നോർമലാണെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ BP നോക്കുന്ന സമയത്ത് അയ്യോ കൂടുതലായി പോകുന്നൊരു ടെൻഷൻ എനിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. അതിപ്പം മാത്രമല്ല എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. അപ്പം അതെല്ലാം ഒക്കെ നോക്കി വെയിറ്റും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ഞാൻ പ്രതീക്ഷിച്ചേക്കാളും 1-2 kg കൂടുതലാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതിനി നന്നായിട്ട് നോക്കാത്തതുകൊണ്ടാണ്. അതായത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കങ്ങനെ തോന്നിയതാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് നോക്കണം, കറക്റ്റ് കൺഫേം ചെയ്യിക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആദ്യം മോളുടെ ഫ്രണ്ടിൻ്റെ മമ്മിയായിരുന്നു കേട്ടോ ഇവിടെ ഇരുന്നത്. പിന്നെ ഇപ്പം അവർ ഡെലിവറിക്ക് വേണ്ടി നാട്ടിലോട്ട് പോയേക്കുന്നുണ്ട്. ഇപ്പോൾ വേറൊരാളാണ് ആ ഒരു സ്ഥലത്തിരിക്കുന്നതായിരുന്നു. അതായത് BP ഒക്കെ നോക്കുന്ന സ്ഥലത്ത് ആൾ മാറിയിട്ടുണ്ടായിരുന്നു. മറ്റേത് മോളുടെ ഫ്രണ്ടിൻ്റെ മമ്മിയാണ് ഇരുന്നതായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സൗണ്ട് കൊടുക്കുമ്പോൾ പോലും എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്ക് മാസ്ക് ഒക്കെ തന്ന ഹോസ്പിറ്റലല്ലേ. അപ്പം അതിൻ്റെ ഇതിൽ മാസ്ക് ഒക്കെ വെച്ചാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം ഇന്ന് ഞാൻ അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ വോയിസ് കൊടുക്കുന്നത്. പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒട്ടും വയ്യാണ്ടായി. പക്ഷേ മാസ്കൊക്കെ ഇട്ട് വന്നിട്ടും ഇന്നായപ്പോഴത്തേക്ക്, അതായത് ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേന്നാണ് വോയിസ് കൊടുക്കുന്നത്, അന്നായപ്പോഴത്തേക്ക് മോക്കും നല്ല ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ അങ്ങ് കൂടി. അതായത് പനി നല്ല കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്കെങ്കിൽ ഭയങ്കര പനി എന്ന് പറയാണ്ട് എനിക്ക് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്ക് രാത്രി കിടന്നിട്ടിങ്ങനെ എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് മെയിനായിട്ട് ചെവി നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എല്ലാം ഡോക്ടറെ കാണാൻ കയറിയപ്പോഴത്തേക്ക് ഇപ്പോഴും ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് തലയുടെ ആ ഒരു ഭാഗം ചെവിയൊക്കെ ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ചെവിയിൽ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ചെവിക്കൊക്കെ നല്ല ചുമന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലാണ്. പിന്നെ ചെവിക്ക് എന്താണെന്ന് അറിയത്തില്ല, 2-3 ദിവസം, അതായത് മൊത്തത്തിൽ 5 ദിവസത്തേക്കുള്ള ആൻറ്റിബയോട്ടിക് കാര്യങ്ങളും എല്ലാം ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിച്ചിട്ടും കുറവില്ലെങ്കിൽ എന്തായാലും ഒരിക്കൽ കൂടെ വരണം എന്ന് പറഞ്ഞ്. അപ്പം അത് കഴിക്കുമ്പോൾ തന്നെ മൊത്തത്തിലൊന്നും കുറയട്ടെ. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. എനിക്കതല്ല, ആർക്കായാലും ഹോസ്പിറ്റലിൽ പോകുന്നത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമായിരിക്കില്ലല്ലേ. അപ്പം പെട്ടെന്നങ്ങ് കുറഞ്ഞിരുന്നെങ്കിൽ ഇനി ഒരു വരക്കും കൂടെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പനിയോ ജലദോഷമോ ചുമയൊന്നും വരത്തില്ലായിരുന്നു. അതല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ഇങ്ങനെ എല്ലാവർക്കും വരത്തില്ല. കാരണം ഇത് നമുക്ക് ക്ലാസ് തുടങ്ങുന്ന എത്ര ദിവസമാണ്, അതായത് എത്ര ദിവസമാണ് നമുക്ക് ക്ലാസ് ഉള്ളത് അത്രയും ദിവസത്തിൽ കൂടിപ്പോയി എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് 1-2 ദിവസം അവധി എടുക്കാറുള്ളായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി ഈ ഹോസ്പിറ്റലിൻ്റെ തന്നെ മെഡിക്കൽ ഷോപ്പ് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡോക്ടറെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡോക്ടർ കറക്റ്റായിട്ടുള്ള മെഡിസിൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഒരുപാടൊന്നും എഴുതിയിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മെഡിസിൻ കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് സിറപ്പൊന്നും വേണ്ട, എനിക്ക് മെഡിസിൻ ടാബ്ലറ്റ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാബ്ലറ്റ് അതനുസരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയി അതെല്ലാം ഒക്കെ വാങ്ങി നമുക്ക് പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്താൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ
ഒരു ഗോൾഡ് മറ്റേ പാർക്കുണ്ടല്ലോ, നമ്മൾ പോകുന്ന പാർക്ക്, അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് പറഞ്ഞ്, പക്ഷേ അവിടെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ നേരെ റൂമിലോട്ട് പോവേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.